എൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹത്തിലുണ്ടായ കുട്ടി, അവളുടെ ജാതി എന്താണ്? അവർക്ക് ജാതിയുണ്ടോ? ഹൈന്ദവ മതപ്രകാരം അവർക്ക് ജാതിയുണ്ടോ? ഇല്ല. ക്രൈസ്തവ മതപ്രകാരം അവർക്ക് ജാതിയുണ്ടോ? ഇല്ല. എന്താണ് ജാതി? അല്ല, നിങ്ങളുടെ ജാതി എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ജാതി ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ജാതിയിൽ വിശ്വാസമില്ല. ജാതി എന്ന് പറയുന്ന സംഗതിയാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത്. അതിലാണ് ജാതി വേർപെടുത്തി ഓരോ ആൾക്കാരെ വിശദീകരിച്ചിരിക്കുന്നത്, ഓരോ ആൾക്കാർ ഏതൊക്കെ ജാതിയിൽപ്പെട്ടവരാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. നിങ്ങൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വിശ്വാസമെങ്കിൽ പിന്നെ ജാതി സെൻസസ് എന്തിനെടുക്കണം? ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്, എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെ പേരെന്താണ്? മനോജ്. നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, ഓക്കെ ഫൈൻ. നിങ്ങളുടെ മതം ഏതാണ്? അതിപ്പോൾ അയാൾ അറിയേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഐ ക്യാൻ ഹൈഡ് മൈ റിലീജിയസ് ഐഡന്റിറ്റി. ഞാൻ പറയാണ് ഞാൻ മതം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് എഴുതേണ്ട കാര്യമില്ല, അവർക്ക് എഴുതാൻ പറ്റൂല. മതമില്ലെങ്കിൽ പിന്നെ ജാതി ഉണ്ടോ? ഞാനിപ്പോൾ ഓപ്പൺലി കൺഫ്യസ് ചെയ്യുന്ന ആളാണ്, ഞാൻ ജീസസ് വിശ്വസിക്കുന്ന ആളാണ്, ക്രിസ്ത്യാനിയാണെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എഴുതാൻ പറ്റും, ക്രിസ്ത്യൻ എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ക്രിസ്ത്യന് ജാതി ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ സത്യം പറയാം, എൻ്റെ അടുത്തേക്ക് ജാതി സെൻസസിലെ ആൾക്കാർ വന്നാൽ ഞാൻ പറയും മതമില്ല, മതമില്ലാത്തതുകൊണ്ട് ജാതിയില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അത് വിചാരിച്ചിട്ട് ഞാൻ SNDP ആവുമോ? അതും പറഞ്ഞിട്ട് എനിക്ക് അവർ കോട്ട തരുമോ? ഇല്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജാതി സെൻസസിൻ്റെ അത് കൊണ്ടുവരാനുള്ള കാരണം തന്നെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക, മനുഷ്യരെ തമ്മിൽ ജാതി അടിസ്ഥാനത്തിൽ വേർതിരിക്കുക. ജാതി അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ട് അവരുടെ വോട്ട് മൊത്തത്തിൽ ഒരു ജാതിയുടെ വോട്ട് മറ്റേ ജാതിയുടെ വോട്ട് ഇങ്ങോട്ട് മേടിക്കുക. ആ പരിപാടി ഇനി ചെയ്യാൻ പാടില്ല. അത് ഭാരതത്തെ വിഭജിപ്പിക്കുന്ന പരിപാടിയാണ്. മോദിജി പറഞ്ഞ കാര്യം ശരിയാണ്, അത് ഭാരതത്തെ തന്നെ വിഭജിപ്പിക്കുന്ന കാര്യമാണ്. സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ രോഗങ്ങൾ ആൾക്കാർക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രത്യേകമായ അവസ്ഥകൾ, മാറ്റാൻ പറ്റാത്ത അവസ്ഥകൾ ആൾക്കാർക്കുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെൽഫെയർ കൊടുക്കാം. ഈ വെൽഫെയർ ഒരിക്കലും ജാതി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. ഇനി അതൊക്കെ പോട്ടെ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഒറ്റ പ്രാവശ്യമല്ലേ ഈ റിസർവേഷൻ കിട്ടാൻ പാടുള്ളൂ. ഇത് IAS മോന് വരെ റിസർവേഷൻ കിട്ടുന്നു. അത് തെറ്റല്ലേ? ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് റിസർവേഷൻ കിട്ടാൻ പാടുള്ളൂ, എന്നാലേ ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞില്ലേ 10-70% OBC ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എല്ലാവർക്കും റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരേ കുടുംബത്തിലുള്ള ഒരു കുറേ പേർക്ക് കിട്ടിയാൽ ബാക്കിയുള്ളവർക്ക് കിട്ടുമോ അതിൻ്റെ ബെനിഫിറ്റ്? ഇല്ലല്ലോ. ഇത് ഏതായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമല്ലേ, കോമ്പറ്റീഷൻ കൊണ്ട് കൊടുക്കുന്നതല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞിട്ട് ആ കുടുംബത്തിന് ഒരിക്കലും എന്ത് കൊടുക്കാൻ പാടില്ല? റിസർവേഷൻ കൊടുക്കാൻ പാടില്ല. അത് അടുത്ത ഒരു കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങളുണ്ട് താഴേക്കിടയിൽ കിടക്കുന്നത്, അവർക്ക് കൊടുക്കണ്ടേ? എന്തുകൊണ്ട് അവർക്ക് കൊടുക്കാതെ വീണ്ടും ഇതേ കുടുംബങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു? ഇവരൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? റിസർവേഷൻ ശരിയായ രീതിയിൽ നിങ്ങൾ തന്നെ നടപ്പാക്കിയില്ല. ഇപ്പോൾ പറയുന്നത് എന്താണ്? പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുക, ഒക്കെ ശരിയാണ്. ഒരു 100 രൂപ ഇങ്ങോട്ട് അയക്കുമ്പോൾ 15 രൂപയാണ് പാവപ്പെട്ടവരുടെ അടുത്ത് എത്തുന്നതെന്ന് രാജീവ് ഗാന്ധി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതെന്താ അങ്ങനെ വരാനുള്ള കാരണം? ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ ആരാണ്? അവരൊക്കെ BJP ആയിരുന്നെന്ന്. എല്ലാ ഭരണവും എല്ലാ സ്ഥലത്തും എല്ലാ ഇതിലും ഒക്കെ വലിയ സീറ്റിലിരിക്കുന്ന ഈ പൈസ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെല്ലാം കോൺഗ്രസ്സുകാർ. ഈ 85 രൂപ ഇടയ്ക്ക് വെച്ചിട്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ വിഴുങ്ങി. 15 രൂപയാണ് പാവപ്പെട്ടവൻ്റെ കയ്യിലെത്തിയത്. ഇന്ന് ആ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്കാണ് അത് പോകുന്നത്. ഓരോരുത്തരും സ്വന്തമായിട്ട് അക്കൗണ്ട് വേണം, അത് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയണം, ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോദിജി ആ കാര്യം കൊണ്ടുവന്നപ്പോൾ അതിന് നിങ്ങളൊക്കെ എതിർത്തില്ലേ? എന്തുകൊണ്ടാണ് എതിർത്തത്? ഈ ഇടയ്ക്കുള്ള 85 രൂപ പോകുന്നതുകൊണ്ടാണ് എതിർത്തത്? അങ്ങനെ ഞങ്ങൾക്ക് തോന്നുള്ളൂ. കാരണം ഇപ്പോൾ പാവങ്ങൾക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ തന്നെ പൈസ കിട്ടുന്നുണ്ട്. അത് ഗവൺമെൻറ് തരുന്ന പൈസയാണ്, മോദിജിൻ്റെ പൈസയൊന്നുമല്ല. മോദിജിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല കൊടുക്കാൻ. ഉണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ മോദിജിക്ക് കറപ്ഷൻ ഉണ്ട്, മോദിജി പലയിടത്തുനിന്നും മേടിച്ചിട്ടുണ്ട്, അദാനി എടുത്ത് മേടിച്ചിട്ടുണ്ട്, അംബാനി എടുത്ത് മേടിച്ചിട്ടുണ്ട്, നാടാറിനടുത്ത് വരെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ മോദിജി ഇവരുടെ അടുത്ത് നിന്നൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കാണിക്കും മോദിജീൻ്റെ കറപ്ഷൻ എവിടെയാണെന്ന്, യോഗിജീൻ്റെ കറപ്ഷൻ എവിടെയാണ് നിങ്ങൾ കാണിക്കും. നിങ്ങൾ ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് പ്രൂവ് ചെയ്യും
ഏതെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? വളരെ ലളിതമായ ജീവിതമാണ് അവർ ജീവിക്കുന്നത്. അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള നിങ്ങളുടെ ആൾക്കാരോ, ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സർവീസ് ആയിരിക്കണം. അല്ലാതെ ജനങ്ങളുടെ പൈസയൊക്കെ തിന്നു മുടിച്ച് നശിപ്പിച്ച് വലിയ ആളുകൾക്കല്ല ചെയ്യേണ്ടത്. മദ്യപാനം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് മഹാത്മാഗാന്ധിജി എന്താ പറഞ്ഞത്? മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തണം എന്നാണ് പറഞ്ഞത്. ഭാരതത്തിൽ അങ്ങനെ ഒരു ലോ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. മദ്യപാനം, ഡ്രഗ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആൾക്കാർക്ക് കിട്ടാൻ പാടില്ല. സ്മോക്കിംഗ് വരെ ബാൻ ചെയ്യണമെന്നാണ് മഹാത്മാഗാന്ധിജി ആഗ്രഹിച്ചത്. എന്നാൽ അത് ഈ 70-80 കൊല്ലമായിട്ടും നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് ഇതുവരെയും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒരു സ്ഥലത്തെങ്കിലും മദ്യപാനം ബാൻ ചെയ്തോ? ഇല്ലല്ലോ. ഗുജറാത്തിൽ മദ്യപാനം ബാൻ ചെയ്തു. ഇപ്പൊ ഗുജറാത്തിൽ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? ഗുജറാത്തിലാണല്ലോ ഇവരൊക്കെ തുടങ്ങിയത്. നമ്മളെ BJP ആൾക്കാരൊക്കെ. അവർക്ക് മദ്യപാനത്തിന്റെ പണവും വേണ്ട, അവർക്ക് മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനും താല്പര്യമില്ല. അവർ മദ്യപാനം മാക്സിമം ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ കാര്യം ആരാ ചെയ്യുന്നത്? BJP-ക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗാന്ധിയനാണെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഗാന്ധിജീൻ്റെ ഭയങ്കര ഫോളോവറാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ജീൻസ് പാൻറ് ഇടുന്നു, മോദിജി ഖാദിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു വിരോധാഭാസം തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഗാന്ധി ഏതാണ്, ബ്രിട്ടീഷ് ഏതാണ്? മോദിജി നമ്മുടെ രാഷ്ട്രത്തിലെ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിയാണോ? അങ്ങനെയൊക്കെ നിങ്ങൾ ആൾക്കാരെ എൻകറേജ് ചെയ്യേണ്ടത്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യൻ എക്കോണമി ഡെഡാണെന്ന്. അപ്പം നിങ്ങളും പറഞ്ഞു അയാളോട് ചേർന്നിട്ട് ഡെഡാണെന്ന്. ഞാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ ഫാനാണ്. പക്ഷേ ഇന്ത്യൻ എക്കോണമി ഡെഡാണെന്ന് ഡൊണാൾഡ് ട്രംപ് അല്ല, വേറെ ഏത് അമേരിക്കൻ നേതാക്കന്മാർ പറഞ്ഞാലും ഞങ്ങൾ അത് സമ്മതിക്കില്ല. കാരണം പൈസ മാത്രമല്ലല്ലോ കാര്യം, ആണോ? ഒരു രാഷ്ട്രത്തെ അവഹേളിക്കുകയാണ്, ഡെഡ് എക്കോണമിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ചിലപ്പോൾ ടാരിഫ് കൂട്ടാനും കുറയ്ക്കാനും അവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ടാവും. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡെഡായിരിക്കും. ചിലപ്പോൾ അവർ ഇഷ്ടംപോലെ പൈസയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടുത്തെ എക്കോണമി ഡെഡാണ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഭരിച്ച ഭരണ പാർട്ടിയിലെ അംഗമായിരുന്ന നിങ്ങൾ, കുറേ കൊല്ലങ്ങൾ ഈ നാട് ഭരിച്ച നിങ്ങളുടെ പാർട്ടി, അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായ നിങ്ങൾ ഇന്ത്യൻ എക്കോണമി ഡെഡാണ് എന്ന് അയാൾ പറഞ്ഞ് ഏറ്റെടുത്ത് പറയാൻ പാടുണ്ടോ? അതെന്നെ മോശമല്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇന്ത്യൻ എക്കോണമി വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമിയാണ് അല്ലേ? അതൊരു ഡെഡ്ലി എക്കോണമിയായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും മാൻ പവറും ഉണ്ട്, പിന്നെ കുറച്ച് വിശ്വസ്തത എന്ന് പറഞ്ഞ കാര്യമുണ്ട്, സിൻസിയറിറ്റി. അതിന്ന് വെസ്റ്റിലും പ്രത്യേകിച്ച് ഇസ്ലാമിക് ഈസ്റ്റിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിശ്വസ്തത എന്ന് പറയുന്ന കാര്യം തന്നെ പലപ്പോഴും പല വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കും. അങ്ങനെ ആ എക്കോണമിയൊക്കെ ഇവിടേക്കും വരും, അതിൻ്റെ എഫക്റ്റ് ഇവിടേക്കും വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെ എക്കോണമിയും ഡെഡ്ലി എക്കോണമിയാവും. ആരെയും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ഭാരതത്തിലെ ബിസിനസ്മാനും ശ്രമിച്ചിട്ടില്ല, ഗവൺമെൻറ് ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൈന കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് മാല് വിറ്റ് ഇപ്പോൾ പൈസക്കാരായി. അമേരിക്കക്കാരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബേസിക്കലി ചൈന എന്ന് പറയുന്നത്. അവർ നേരത്തെ അവരുടെ മാർക്കറ്റ് തുറന്നുകൊണ്ട് ചൈന ഇന്നത്തെ അവസ്ഥയിലെത്തി. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, നിങ്ങളുടെ പാർട്ടി, സോഷ്യലിസം അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല. അന്നേ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് നിങ്ങളും സമ്മതിച്ചത്. അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ എക്കോണമിയും വലിയ ലെവലിൽ എത്തിയേനെ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, നിങ്ങളുടെ പൂർവ്വജന്മാർ, നിങ്ങളുടെ ആൾക്കാർ വരുത്തി വെച്ച കുറേ കുഴപ്പങ്ങൾ കാരണമാണ് ഇന്ന് ഇത് ഡെഡ് എക്കോണമി മാതിരി അവർക്ക് തോന്നുന്നത്. അതായത് ഇത് ഡെഡ് എക്കോണമി ഒന്നുമല്ല. അപ്പം നിങ്ങൾ അത് തന്നെ ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ ആരാ ഇതിനെ ഡെഡാക്കിയെന്നൊരു ചോദ്യം വന്നാൽ ആരാ ആക്കിയത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ, 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെററിസം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കറപ്ഷൻ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളും ഡ്രഗ്സും അതിനൊക്കെ കൊടുക്കുന്ന പിന്തുണയും, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഡെഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെഡാന്ന് പറയും. പിന്നെ നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കള്ള എലിഗേഷൻസ് എല്ലാവർക്കും എതിരെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും എതിരെ, ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടി വീണ്ടും ജീവിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഇപ്പോൾ ആ കാസ്റ്റ് സെൻസസ് മോദിജിയുടെ ഗവൺമെൻറ് നടപ്പാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴോ ഇനി എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ ബാക്കി ചെയ്യാൻ?
അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ ചിലപ്പം കൂട്ടുമായിരിക്കും. അതുകൊണ്ട് അനീതി കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? എൻ്റെ അഭിപ്രായത്തിൽ അനീതി കൂടുക ചെയ്യുക. കാരണം അർഹിക്കുന്നവന് കിട്ടൂല, അർഹിക്കാത്തവർക്ക് കിട്ടും. ഒരു കുടുംബത്തിൽ ഒറ്റ ആൾക്ക് മാത്രമേ ഈ റിസർവേഷൻ ഒറ്റ പ്രാവശ്യം മാത്രമേ കിട്ടാൻ പാടുള്ളൂ. പിന്നെ ആ കുടുംബങ്ങൾ കിട്ടാൻ പാടില്ല. പിന്നെ വേറെ പാവപ്പെട്ട ഇഷ്ടംപോലെ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്കല്ലേ കിട്ടേണ്ടത്. എന്താ അവർക്ക് കിട്ടാത്തത്? വീണ്ടും വീണ്ടും ഇതേ കുടുംബങ്ങൾ തന്നെ അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിന് അനുവാദം കൊടുക്കാൻ പാടില്ലായിരുന്നു ആദ്യമേ. അങ്ങനെ അനുവാദം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പോവർട്ടിയിൽ നിന്ന് എത്രയോ കുടുംബങ്ങൾ പുറത്തു വന്നേനെ. ഇനിയും പുറത്തു വരാനുള്ള കുടുംബങ്ങളെ ഇവർ പുറത്തു വരാൻ സമ്മതിക്കൂല. ഇവർ അതിൻ്റെ ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാലാകാലം. IAS മോന് അവനും എടുക്കും, അവൻ്റെ മോനെടുക്കും, അവൻ്റെ മോൻ്റെ മോനെടുക്കും, ഒക്കെ OBC IAS ലെവൽ വരെ എത്തി. എന്നിട്ടും OBC അത് ആ കോട്ട ക്ലെയിം ചെയ്യാനേ പാടില്ല അവരൊന്നും. പക്ഷെ അതിനുള്ള ലൂപ്പ് ഹോൾസ് നിയമങ്ങളിലുണ്ട്, അതിനുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെയാണ് മാറ്റേണ്ടത് ആദ്യം. എന്നിട്ട് അത് ശരിയായ രീതിയിൽ നടപ്പാക്കുക. എന്നിട്ട് ഒരു കുടുംബത്തിന് ഒറ്റ പ്രാവശ്യം മാത്രം റിസർവേഷൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ കാസ്റ്റ് സെൻസസ് നടത്തിക്കോ, കുഴപ്പമില്ല, ഞങ്ങൾക്കും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അർഹിക്കുന്നവർക്ക് ഇത് കിട്ടുന്നുമില്ല, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുമില്ല. അർഹിക്കാത്തവർ അത് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ശരിക്കും പഠിച്ച് എഴുതി പാസ്സായി അതിനുള്ള മെറിറ്റുള്ള ആൾക്കാർക്കും കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മളെ എക്കോണമി ഡെഡ് ആവുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ എക്കോണമി ഡെഡ് ആയിരിക്കില്ല മറ്റുള്ളവരുടെ കണ്ണിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, പിന്നെ പ്രത്യേകിച്ച് കറപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞ വലിയൊരു ബ്ലണ്ടറാണത്. കറപ്ഷൻ്റെ ചാർജസ് പേടിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കറപ്ഷൻ ഉണ്ടെന്ന് സമ്മതിക്കുകയാണ്. അല്ല എങ്കിൽ ഒന്നുകിൽ കറപ്ഷൻ ഇല്ല, അവർക്ക് കറപ്ഷൻ ഇല്ല, അവർ പേടിച്ചിട്ട് പോകും. എന്തിനാണ് അവർ പേടിച്ചിട്ട് പോകുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. എന്തിനാണ് അവർ പേടിക്കേണ്ട ആവശ്യം? അവർക്കെതിരെ തെളിവില്ല, അവർ കറപ്ഷൻ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അവർ പേടിക്കേണ്ട ആവശ്യം? അങ്ങനെ കള്ളത്തെളിവ് ഉണ്ടാക്കുക. കള്ളത്തെളിവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സുപ്രീം കോടതി ഉണ്ടല്ലോ, അല്ലേ? എന്തിനാ അവർ പേടിച്ചിട്ട് BJPയിലേക്ക് പോകുന്നത്? അത് ഓപ്പോസിറ്റ്, അവരാണല്ലോ കേസ് കൊണ്ടുവരുന്നതെന്നല്ല നിങ്ങൾ പറഞ്ഞത്. അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് തന്നെ പോകുന്നത്. ഇനി അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കറപ്ഷൻ പോകുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കൊടുത്തുകൂടെ കേസ്? ഞങ്ങളുടെ പാർട്ടി വിട്ട് നീ പോയാലും നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടെ? എന്താ കൊടുക്കാത്തത്? അപ്പോൾ ഇതൊക്കെ ഉണ്ട് അതിനകത്ത് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കൺഫെഷൻ മാതിരിയാണ് ഇപ്പോൾ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ വലിയൊരു കൺഫെഷനായിട്ടാണ്. കോൺഗ്രസിൻ്റെ ഒരുപാട് കുറ്റങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ സമ്മതിക്കുകയാണ്. എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ നിരന്തരമായ പ്രവർത്തനം കാരണം ഭാരതത്തിൻ്റെ എക്കോണമി ഡെഡായി. ഇഷ്ടംപോലെ കറപ്ഷൻ ഉണ്ടായിരുന്നു. ആ കറപ്ഷൻ ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ പോകാൻ തുടങ്ങി. പിന്നെന്താണ്, ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് അവരുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ മറ്റ് വിഭാഗത്തിലെ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ അത് സ്വന്തം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ പറ്റി ഒന്ന് വിലപിക്കാനോ അവർക്ക് വേണ്ടി ഒരു റാലി നടത്താൻ പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല. അതൊക്കെ BJP ആണ് നടത്തേണ്ടത്. ഇനി റിസർവേഷൻ ശരിയായ രീതിയിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ, ശരിയായ രീതിയിലുള്ള ശരിയായ ആൾക്കാർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പോവർട്ടിയും കുറഞ്ഞേനെ. ഇന്ന് റിസർവേഷൻ്റെ ചിലപ്പോൾ ആവശ്യം തന്നെ വരില്ല. മാത്രമല്ല ഈ പ്രീണന രാഷ്ട്രീയം മറ്റേ പരിപാടിയൊന്നും വരില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരു സമമായ ട്രീറ്റ്മെൻറ്റ് ലഭിക്കൂ. ഇപ്പം അതൊന്നുമില്ല. ഇന്ത്യൻ എക്കോണമി ഡെഡുമായി. കാരണം ക്വാളിറ്റി ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഈ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നത്. അങ്ങനെയാണല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കൺഫെഷനായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വോട്ടർ ഫ്രോഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. 1947 മുതൽ തന്നെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, ഞങ്ങൾ അറിയുന്നില്ല. BJP 1980 ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബൂത്ത് ലെവലിൽ തന്നെ വോട്ടർ ഫ്രോഡ് നടക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കക്ഷികൾ അവിടെ ഇരിക്കുക നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു ആക്ഷൻ തന്നെ സർക്കാർ എടുക്കണം. അതിനാണ് സർക്കാർ ഇപ്പോൾ സർ പദ്ധതി കൊണ്ടുവന്നത്.